അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു മേക്കപ്പ് ചാലഞ്ച് ആയിട്ടാണ്. നിങ്ങൾക്ക് സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീയിൽ നിങ്ങൾക്ക് നേരെ മേക്കപ്പ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നു. ന്യൂ ബേബി ആണ് കേട്ടോ, ബേബി ബോയ് ആണ് കേട്ടോ. തച്ചുക്കുട്ടൻ്റെ ബേബി ബോയ് ആണ്. അതിന് നമ്മൾ ആ കുഞ്ഞിനെ കാണാൻ പോകണം. ഉച്ചയ്ക്ക് ശേഷമാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെയാണ്. അതിന് മുന്നേ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഫസ്റ്റ് നമുക്ക് പൗഡർ ഇടാം കേട്ടോ. പൗഡർ ഇടാം. ഓഫാക്കി ഇത്തിരി മതി, കാരണം പൗഡറിനൊന്നും നല്ലതല്ല. അതുകൊണ്ട് ഇത്തിരി പൗഡർ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഐലൈനർ വെച്ച് കൊടുക്കാം. കളർ പൊട്ട് വേണോ? അത് ഈ ഐലൈനർ വെച്ച് വേണോ? കളർ പൊട്ട് വേണ്ട, ഐലൈനർ വെച്ച് മതി. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയായിട്ട് വാല് വരയ്ക്കുക. നമുക്ക് പൊട്ടും കൂടി വച്ചു കൊടുക്കാം. അവിടെ കണ്ണാടി ഉണ്ട്. എനിക്ക് പുതിയ അച്ഛൻ മേടിച്ചത് അൺബോക്സിങ് കണ്ണാടി ഉണ്ട്. അപ്പം ഞാൻ അതിൽ നോക്കട്ടെ ക്ലിയർ ആയത്. നമുക്ക് പൊട്ടും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മുടി നേരെയാക്കാം. മുടിയൊക്കെ തുടച്ച് നേരെയാക്കണം. മുടി നേരെയാക്കണം. ഞാൻ മുടി ചർച്ചയായില്ല ഗായ്സ്. നമ്മളിപ്പോൾ മുടി ചീപ്പി സൈഡിലൊക്കെ വെക്കാം. അതുവാണെങ്കിൽ ബാക്കിൽ മുടിയും വരുമല്ലോ. അതുകൊണ്ട് ഗായ്സ് നമ്മളൊന്ന് മുടി നേരെയാക്കി കൊടുക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിത്തിരി നമ്മൾ പിന്നെ ഇത്തിരി ലിപ്സ്റ്റിക് ഇത് വെച്ചു. ഗായ്സ് അപ്പം കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ് ഇതാണ് എൻ്റെ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.